കൊല്ലം കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി നടപ്പാക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി കുന്നത്തൂർ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തും. കുന്നത്തൂർ നിയോജക മണ്ഡലത്തെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ശാസ്താംകോട്ട, ചിറ്റുമല ബ്ലോക്കുകളിലെ 10 ഗ്രാമപഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിയാണ് സമ്പൂർണ്ണ ശുചിത്വ കർമ്മ പദ്ധതി നടപ്പാക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷനും ഹരിത കേരള മിഷനുമാണ് പദ്ധതി ഏകോപിപ്പിക്കുന്നത്. പദ്ധതിയുടെ കുന്നത്തൂർ താലൂക്ക് തല ഉദ്ഘാടനം ചക്കുവള്ളിയിൽ നടന്നു. ത്രിതല ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, ഹരിതകർമ്മസേനാ പ്രവർത്തകർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പദ്ധതിയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ താലൂക്കിലെ വിവിധയിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. കണ്ണൂർ ചെറുപുഴയിൽ നടക്കുന്ന 10ാമത് വിത്തുത്സവത്തിൽ അന്യം നിന്നുപോകുന്ന ഉപകരണങ്ങളുടെ പ്രദർശനം ഒരുക്കിയത് മലയോരത്തിന് വേറിട്ട അനുഭവമായി. ഫെയർ ട്രേഡ് അലയൻസ് കേരളമാണ് പഴമയുടെ പൈതൃകം കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ചെറുപുഴയിൽ നടക്കുന്ന ഫെയർ ട്രേഡ് അലയൻസ് കേരളയുടെ 10ാമത് വിത്തുത്സവത്തിലാണ് പഴമയുടെ പൈതൃകം ആവിഷ്കരിച്ചത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളീയർ ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ, അന്യം നിന്നുപോകുന്ന നെൽവിത്തിനങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനം വിത്തുത്സവത്തിലെ വ്യത്യസ്ത അനുഭവമായി മാറുകയാണ്. കൈച്ചിരവ, വാലുരുളി, കിണ്ണം, അരിപ്പക്കലം, കലപ്പ, ടൈപ്പ്റൈറ്റർ, ഘടികാരം, നാഴി, ഉരി, സേർ, അരസേർ, വിത്തുകൂട്ടി, ഏരമുട്ടി, കട്ടക്കോയ, തുമ്പോട്ടി തുടങ്ങിയ പഴയ വീട്ടുപകരണങ്ങളുടെ ശേഖരമാണ് കാഴ്ചക്കാരെ വിത്തുത്സവത്തിൽ ഏറെ ആശ്ചര്യപ്പെടുത്തുന്നത്. സ്വദേശിയായ KV ഭാസ്കരനാണ് പഴമയുടെ പൈതൃകത്തെ മേളയിൽ ഒരുക്കിയത്. 50 വർഷങ്ങളായി ഭാസ്കരൻ പഴമയുടെ പുറകെയുണ്ട്. പല വസ്തുക്കളും വില കൊടുത്തു വാങ്ങിയതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാവസ്തുക്കൾ കാണാൻ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഭാസ്കരന്റെ സമീപത്തെത്തുന്നത്. നഗരിയിലെത്തുന്ന പഴമക്കാർക്ക് ഇതെല്ലാം ഓർമ്മകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം കൂടിയായി. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.